പുതുതായി വാങ്ങിയ ഒരു വാഹനത്തിന് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു നമ്പർ ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യമായി പരിവാഹൻ.gov.in എന്ന സൈറ്റിൽ ഓൺലൈൻ സർവീസസ് എന്ന ഓപ്ഷനിൽ ഫാൻസി നമ്പർ ബുക്കിംഗ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ പബ്ലിക് യൂസർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പുതിയ അക്കൗണ്ട് തുടങ്ങുക. ലോഗിൻ ചെയ്യാതെ തന്നെ യൂസർ അതർ സർവീസസ് മെനുവിലെ വ്യൂ രജിസ്ട്രേഷൻ സീരീസ് ഉപയോഗിച്ച് താങ്കളുടെ ഓഫീസിലെ രജിസ്ട്രേഷൻ സീരീസ് കാണുവാനും ഓൾ അവൈലബിൾ നമ്പേഴ്സ് ഉപയോഗിച്ച് ഇപ്പോഴുള്ള സീരീസിലെ ലഭ്യമായ നമ്പറുകൾ കാണുവാനും സാധിക്കുന്നതാണ്. ബിഡ്ഡിംഗ് അപ്ഡേറ്റ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ താങ്കൾക്ക് ആവശ്യമുള്ള നമ്പർ മറ്റാരെങ്കിലും ബുക്ക് ചെയ്തോ എന്ന് അറിയാൻ സാധിക്കും. ഇനി നമ്പർ ബുക്കിംഗ് ചെയ്യാനായി നേരത്തെ പറഞ്ഞ ന്യൂ പബ്ലിക് യൂസർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസർ സൈൻ അപ്പ് എന്ന പേജിലേക്ക് എത്തും. അവിടെ ആവശ്യമായ വിവരങ്ങൾ നൽകി സൈൻ ഇൻ ചെയ്യുക. മെയിലിലേക്ക് യൂസർ ID, പാസ്വേഡ് എന്നിവ എത്തും. അവ ഉപയോഗിച്ച് ഫാൻസി നമ്പർ ഹോം പേജിലേക്ക് പോവുക. മെയിലിൽ ലഭിച്ച പാസ്വേഡ് മാറ്റി നിങ്ങൾക്ക് അനുയോജ്യമായ പാസ്വേഡ് ആക്കി ചേഞ്ച് ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം താഴെ കാണുന്ന ഹോം സ്ക്രീൻ കാണാവുന്നതാണ്. നമ്പർ സിലക്ഷൻ എന്ന മെനുവിൽ ആപ്ലിക്കൻസ് ഹോം എന്ന ഓപ്ഷനിൽ ഓഫീസ് തിരഞ്ഞെടുക്കുക. ഇത് കഴിയുമ്പോൾ നിലവിൽ ലഭ്യമായ നമ്പറുകൾ ദൃശ്യമാകും. അഥവാ ആവശ്യമായ നമ്പർ ലിസ്റ്റിലില്ല എന്നാണെങ്കിൽ എൻ്റർ ന്യൂമറിക് പാർട്ട് ഓഫ് ചോയ്സ് അതർ ദാൻ ലിസ്റ്റഡ് നമ്പർ എന്ന ഭാഗത്ത് നമ്പർ കൊടുത്ത് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്യുക. നമ്പർ ലഭ്യമാണെങ്കിൽ താഴെ കാണാൻ സാധിക്കും. കണ്ടിന്യൂ ടു രജിസ്റ്റർ എന്ന് നൽകുമ്പോൾ ബിഡേഴ്സ് രജിസ്ട്രേഷൻ എന്ന പേജിലെത്തും. നിങ്ങളുടെ വാഹനത്തിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ നൽകിയാണ് ഇവിടെ മുന്നോട്ട് പോകേണ്ടത്. ഈ നമ്പർ നിങ്ങൾക്ക് മൊബൈലിൽ മെസ്സേജായി ലഭിച്ചിട്ടുണ്ടാകും. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഈ പേജിൽ ചേർക്കേണ്ടതാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നതാണ്. പണം അടച്ചു കഴിഞ്ഞാൽ രസീത്, മറ്റു വിവരങ്ങൾ എന്നിവ ഫോണിൽ മെസ്സേജായി ലഭിക്കും. ആവശ്യമെങ്കിൽ റീപ്രിന്റ് ഇ റെസിപ്റ്റ് എന്ന ഓപ്ഷൻ ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഫാൻസി നമ്പർ ബുക്കിംഗ് റെസിപ്റ്റിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അഥവാ പണമടച്ച് രസീത് ലഭിക്കാതിരുന്നാൽ ചെക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് ഉറപ്പിക്കാനുള്ള സംവിധാനവും നൽകിയിട്ടുണ്ട്. ലേലം തുടങ്ങുന്ന സമയത്ത് വീണ്ടും പോർട്ടലിൽ പ്രവേശിച്ച് ലേല പ്രക്രിയയിൽ പങ്കെടുക്കണം. ഓപ്ഷൻ സർവീസസ് മെനുവിലെ ബിഡ്ഡിംഗ് പ്രോസസ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ മെനുവിലെ യുണീക്ക് അക്നോളജ്മെന്റ് നമ്പർ തിരഞ്ഞെടുക്കാനുള്ള ബട്ടൺ അമർത്തിയാൽ ഓപ്ഷൻ നടക്കുന്ന എല്ലാ നമ്പറുകളും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാം. ലേലത്തുക മാറ്റാനായി ചേഞ്ച് ബിഡ് ക്ലിക്ക് ചെയ്യണം. അപ്പ് അഥവാ ഡൗൺ ബട്ടണുകൾ ഉപയോഗിച്ച് ലേലത്തുക ഉയർത്താവുന്നതാണ്. ലേലം അവസാനിക്കുന്ന സമയം വരെ ഉയർന്ന ലേലത്തുക എത്രയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ലേലത്തിന്റെ സമയം കഴിഞ്ഞാൽ പേ ബാലൻസ് എമൗണ്ട് എന്ന ഓപ്ഷൻ വഴി ബാക്കി തുക ഒടുക്കേണ്ടതാണ്. മുഴുവൻ തുക അടച്ചു കഴിഞ്ഞാൽ ഓഫീസ് മേധാവി നിങ്ങൾക്ക് നമ്പർ അനുവദിച്ച് നൽകുന്നതാണ്. അതിനുശേഷം പ്രിന്റ് അലോട്ട്മെന്റ് ലെറ്റർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പ്രൊസീഡിംഗ്സ് പ്രിന്റ് ചെയ്തെടുക്കാം.